പോളി ഗ്യാങ് ആണ്. അന്ന് ഇവരെന്നെ റൂമിൽ 3 ദിവസം ലോക്ക് ചെയ്തിട്ടപ്പോൾ എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ ഒരു ഗുണ്ടാ തലവൻ ഉണ്ടെന്നുള്ള കാര്യം. അതായത് മലയാള സിനിമയിൽ വലിയൊരു ഗുണ്ടാ തലവനാണ് ഈ നിവിൻ പോളി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ചേച്ചി വന്ന് ഈ മീഡിയകളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് സുനിൽ എന്ന് പറയുന്ന AK സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ ഒരു ഗുണ്ടാ തലവനാണ് നിവിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിവിനെ നിങ്ങൾ ഈ ഫിലിമിൽ കാണുന്ന പോലൊന്നുമല്ല, പുള്ളിക്ക് വേറൊരു മുഖമുണ്ട്. അദ്ദേഹം എന്നെ ദുബായ് ഫ്ലാറ്റിൽ വെച്ച് ഇവർ 6 പേര് കൂടി അടങ്ങുന്ന സംഘം വന്ന് മയക്കുമരുന്നൊക്കെ തന്ന് എന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത്. ഈ പുള്ളിക്കാരി ചില്ലറക്കാരി ഒന്നുമല്ല, പുള്ളിക്കാരി വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കിയൊക്കെ അടിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആരെ ചൂണ്ടയിടും എന്ന് വിചാരിച്ച സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു ബോധോദയം ഉണ്ടായത്. എന്നാൽ പിന്നെ നിവിൻ പോളിയെ ഒന്ന് ചൂണ്ടയിട്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നിവിൻ പോളിക്കെതിരെ ഒരു ചൂണ്ട ഇട്ടതാണ്. ആ ചൂണ്ട പക്ഷെങ്കിൽ കറക്റ്റായിട്ടുള്ള കൊളുത്തല്ല ഇട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ശരിയാവുന്നില്ല, എങ്ങും അങ്ങോട്ട് അതിനൊരു കണക്ടിവിറ്റി ആകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. എന്തുവായാലും ചേച്ചി പറഞ്ഞ ആ ഒരു സ്റ്റോറി വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇനി നിവിൻ പോളിക്ക് കറക്റ്റായിട്ട് സിനിമയൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റോറി എടുത്താൽ മതി. വളരെ മനോഹരമാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ദുബായിൽ പോകുന്നു. ദുബായിൽ പോയതിന് ശേഷം അവിടെ വെച്ച് അവർക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവർ ഇവിടെ വെച്ചിട്ട് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കാണുന്നു. അവർക്ക് ഒരു 3 ലക്ഷം രൂപ കൊടുക്കുന്നു. ആ 3 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, ഇവരെ സിനിമയിലേക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് ഈ AK സുനിൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. ഈ പ്രൊഡ്യൂസറിനെ അവിടെ മീറ്റ് ചെയ്തതിന് ശേഷം ഈ പുള്ളിക്കാരി അവിടുന്ന് പോവുകയാണ്. ഈ ശ്രേയ എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി അവിടുന്ന് പോയതിന് ശേഷം ഈ പറയുന്ന AK സുനിൽ പറയുന്നു, ഇതുപോലെ നിങ്ങൾ വഴങ്ങിക്കൊടുക്കണം, വഴങ്ങിക്കൊടുത്താലേ നിങ്ങൾക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. സിനിമയിലുള്ള പ്രമുഖ നടിമാരെല്ലാം ഇതുപോലെ വഴങ്ങിക്കൊടുത്തിട്ടൊക്കെയാണ് അവരവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അവരെ അവിടെ വെച്ച് ശാരീരികമായി ഉപയോഗിച്ച സമയത്ത് ഇവർ ബഹളം വെക്കുകയാണ്. അവിടെ ബഹളം വെക്കുന്ന സമയത്ത് ഇവരുടെ ഈ പറയുന്ന സുനിലിൻ്റെ ഭാര്യ ഫോണിൽ വിളിച്ച സമയത്ത് ഇവർ ആ ഫോൺ എടുക്കുകയാണ്. ഈ സുനിൽ ഫോൺ എടുക്കുന്നു. സുനിൽ ഫോൺ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഈ സംസാരം കേട്ട്, ഇവരുടെ ഈ കരച്ചിൽ കേട്ട് ഈ സുനിലിൻ്റെ ഭാര്യ ഇവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, സൂയിസൈഡിന് വരെ ശ്രമിക്കുന്നു എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. അങ്ങനെ തുടങ്ങിയ സ്റ്റോറി എവിടെ വന്ന് നിൽക്കുന്നു, ഇവരുടെ നാട്ടിൽ വന്ന് ഇവരുടെ കിടപ്പറ രഹസ്യങ്ങൾ വരെ ഈ പറയുന്ന നിവിൻ പോളി എടുത്തു എന്ന രീതിയിൽ വരെ വന്ന് നിൽക്കുകയാണ്. അതിമനോഹരമാണ് ഈ സ്റ്റോറിയുടെ ആ ഒരു ലെവൽ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു പടം എടുക്കാം, അത്രമാത്രം സ്റ്റോറിയാണ്. പക്ഷേ ഇതിനകത്ത് ജെനുവിനിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിവിൻ പോളി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. നിവിൻ പോളി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് ഞാൻ കൃത്യമായിട്ടും തെളിയിക്കും. ഇനി ഇതുപോലൊരു ആണുങ്ങൾക്കും ഇതുപോലൊരു അവസ്ഥ വരരുത്. ഇതുപോലൊരു ഫേക്ക് അലിഗേഷൻ ഒരു ആണുങ്ങളുടെ മുകളിലും ഒരുത്തരും വെക്കരുത്. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് നിവിൻ പോളി തെളിയിക്കേണ്ടതാണ്. ഒരു ആണുങ്ങൾക്കെതിരെയും ഇതുപോലത്തെ ഒരു ഫേക്ക് അലിഗേഷൻ വരരുത്. നാളെ നമുക്ക് ഓരോരുത്തർക്കും നേരെ ഇതുപോലെ വരാം. അതിനൊന്നും അനുവദിച്ചുകൂടാ. എന്തുവായാലും ഈ പുള്ളിക്കാരി പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്റെ ഫോണിൽ മെസ്സേജ് വരുന്നത് ഇവരോട് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയോട് ചാറ്റ് ചെയ്തതും മെസ്സേജും ഇവരുമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോകളും ഒക്കെ ഉള്ളത് ആ ഫോണിലായിരുന്നു. ആ ഫോൺ എനിക്ക് പെട്ടെന്ന് അവിടെ രക്ഷപ്പെടേണ്ടി വന്ന സമയത്ത് എനിക്ക് അതൊന്നും എടുത്തുകൊണ്ട് അവരെ ഒന്നും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങ് പോകുന്നു. എൻ്റെ ഒരു ഫോൺ അവരുടെ കയ്യിലാണ്. ഇവർ പറയുന്നു ഇവരുടെ ഒരു ഫോൺ അവരുടെ കയ്യിലുണ്ടെന്ന്. അവിടെ വെച്ച് ഇവരെ 3 ദിവസം അവരെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു. അതായത് മയക്കുമരുന്ന്, വെള്ളത്തിൽ കലർത്തിയ മയക്കുമരുന്ന് മാത്രം കൊടുത്തുകൊണ്ട് ഇവരെ അവിടെ ഇട്ട് പീഡിപ്പിച്ചു. അപ്പോൾ ഇവരുടെ കയ്യിൽ 2 ഫോൺ ഉള്ളത് കാര്യം ഈ പീഡിപ്പിച്ചവർക്ക് അറിയില്ല. ഇവരുടെ എല്ലാം തട്ടിയെടുക്കാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ഇവർക്ക് ബോധമില്ല, ഈ മയക്കുമരുന്ന് അടിച്ച് കിടക്കുകയാണ്. ഇവരുടെ റൂമിൽ അതിക്രമിച്ച് കയറിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ബോധമില്ല. ഇവരുടെ ഒരു ഫോൺ മാത്രം അവരുടെ കയ്യിലുണ്ട്, പക്ഷേ ഒരു ഫോൺ മാത്രം അവരുടെ കയ്യിലില്ല. ഇവർക്ക് മറ്റേ ഫോണിലേക്കാണ് ഇവരുടെ ഭർത്താവ് വിളിച്ചതെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഒരു കണക്റ്റില്ലാത്ത സ്റ്റോറിയാണ് ഈ പുള്ളിക്കാരി വന്ന് പറയുന്നത്. എന്തായാലും ബാക്കിയൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അടഞ്ഞു കിടന്ന വീട് കുത്തി തുറന്നാണ് കയറിയത് അല്ലേ? അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ അവരുടെ വീട്ടില് നിവിൻ പോളി അടങ്ങുന്ന ഗുണ്ടാ സംഘങ്ങൾ പോയി CCTV വെച്ചു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്.
അതും അടഞ്ഞു കിടന്ന വീടിൻ്റെ അകത്ത് കുത്തി തുറന്നു പോയെന്നൊക്കെ അരുൺ ചോദിക്കുമ്പോൾ പറയുന്നു അവർക്കല്ലാതെ പുറത്തുനിന്ന് വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. എന്തുവാണോ ഈ പറയണേ ഇവരെന്തൊക്കെയാ ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും അരുൺ അവിടെ പൊളിച്ചടുക്കുന്നുണ്ട്. റിസീവറൊക്കെ അവിടെ വെച്ചു. ഞാൻ ഇത് അവിടെ ഇരുന്ന് തന്നെ ഈ നിവിൻ പോളി ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ആ റൂമിൽ വെച്ചിട്ട് ഇവർ എന്റെ കൈകളിലാണ്, നീ പറയുന്ന എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവര് വന്നത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നതല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയപ്പോ അത് അവര് എടുത്തിട്ട് പോയി. ഞങ്ങൾ വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന CCTVയോ മറ്റേ ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ സൈഡിൽ വെക്കുകയാണ്. ഈ AK സുനിലും മറ്റുള്ള സംഘാംഗങ്ങളുമായി താങ്കൾക്ക് പരിചയമില്ലല്ലോ. കാരണം ഞങ്ങളുടെ ഫോണില് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ എന്താണ് സംസാരിക്കുന്നത് എന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും. മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങൾ. ഒരു മെസ്സേജ് അയച്ച് ആ ഫോൺ ഹാക്ക് ചെയ്തതിന് ശേഷം ഇവർ സംസാരിക്കുന്നതെല്ലാം ഈ പറയുന്ന നിവിൻ പോളിയും സംഘവും കേട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ പോയി ഒരു CC ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് ഇവരുടെ ഭർത്താവും മകനും ഉറങ്ങുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു. ആർക്ക്? ഈ പുള്ളിക്കാരിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങൾ പറയുന്ന പോലെ കേട്ടില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നിട്ട് ഈ CC ക്യാമറ എന്ത് ചെയ്തെന്നറിയാമോ? ഇവർ തന്നെ എടുത്തു മാറ്റിയെന്ന്. അതായത് ഈ പറയുന്ന നിവിൻ പോളിയുടെ സംഘത്തിലെ ആൾക്കാർ, അതായത് നാട്ടിലും കൊണ്ട് കുറേ സംഘം, ഇവർ ദുബായ് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് നാട്ടിലും കുറേ സംഘങ്ങളുണ്ട്. ആ നാട്ടിലുള്ള സംഘങ്ങളോട് വിളിച്ചു പറഞ്ഞതിന് ശേഷം അതോ നാട്ടിലുള്ള സംഘങ്ങൾ ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലിരിക്കുന്ന CC ക്യാമറകൾ എടുത്തു മാറ്റി എന്നൊക്കെയാണ് ഇവർ പറയുന്നതിൽ ഒരു കണക്റ്റും ഇല്ല. അതല്ല, ഇവരെ പീഡിപ്പിച്ചു, ഇവരവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. അതുകൂടെ നമുക്ക് കേട്ടു നോക്കാം. ഇവർ ഭയങ്കര വിചിത്രമാണ് കേട്ടോ ഇവരുടെ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഇവരെനിക്ക് കോൾ തന്നില്ലായിരുന്നു. കാരണം ഞാനൊരു പാതി ഒരു അബോധമായിരുന്നു. കോളൊന്നും വന്നപ്പം എനിക്ക് എടുക്കാനോ ഇവരെനിക്ക് കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല. ലാസ്റ്റാണ് പുള്ളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സംസാരിച്ചപ്പോ പറഞ്ഞോ, എനിക്ക് ചുറ്റും ഇത്രയും പേരുണ്ട്, ഞാനിപ്പോൾ ഇവിടെ പിടിയിലാണ്. അവിടെ നിൽക്കാൻ ഇവർ മയക്കുമരുന്ന് കൊടുത്ത് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവർക്ക്. കാരണം ഇവരെ മയക്കുമരുന്ന് കൊടുത്തതാണ്. ഇവർ മയങ്ങിക്കിടക്കുകയാണ്. മയക്കുമരുന്ന് അടിച്ചവരങ്ങനെ ആയിരിക്കുമല്ലോ, വെള്ളം അതും ആഹാരമൊന്നും കൊടുക്കാതെ വെള്ളത്തിലാണ് കലക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ അടങ്ങി കിടക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നവരുടെ കോള് വന്ന സമയത്താണ് ഈ നിരന്തരം കോള് വരികയാണ് ഭർത്താവിൻ്റെ. അപ്പോൾ ഇവർ ആദ്യമൊന്നും എടുത്തില്ല. പിന്നെ അവർ എടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇനി അവിടെ നിൽക്കണ്ട, നാട്ടിൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല, പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു, അല്ലെ നാട്ടില് നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഡൗട്ട് അടിച്ച് അതെ ഡിസംബർ 17 ഞാൻ നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ 17 ചേർന്ന ദിവസങ്ങളിലാണോ? ആ ഒരു 17 ചേർന്ന ദിവസങ്ങളിലാണ്. തീയതികൾ ഓർമ്മിക്കുന്നുണ്ടോ താങ്കൾ? 14, 15, 16 അങ്ങനെയുള്ള ദിവസം. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ഫോം ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ 3 ദിവസം 14, 15, 16 അല്ലെങ്കിൽ 13, 14, 15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. കേട്ടല്ലോ. അപ്പോൾ നിവിൻ പോളി അവരുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതിക്രമിച്ച് കടന്ന കൂട്ടത്തിൽ നിവിൻ പോളിയും ഉണ്ടായിരുന്നു. ഇവർക്ക് ഡ്രഗ്സ് കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്ത സമയത്തും ഈ നിവിൻ പോളി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ പൊന്നോ, ഇതെന്തോ ആണോ? എന്തോ ആയാലും നിവിൻ പോളിക്ക് ഇത്രമാത്രം സെക്സ് ദാരിദ്ര്യമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് എൻ്റെ പൊന്നടാവേ, നീ അതുകൊണ്ട് ദുബായിലൊക്കെ പോയിട്ട് എൻ്റെ പൊന്ന് നിവിനെ
ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ പൊന്നപ്പാ? നീ ഈ ഇങ്ങനെയൊക്കെയാണോ നിവിൻ ചെയ്യണേ? ഇത്രമാത്രം സെക്സ് ദാരിദ്ര്യമായിരുന്നു നിനക്ക്? കൊള്ളാം. അതും മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട്. അപ്പൊ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ്? ഇത് വലിയൊരു പറ്റാ. മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് അന്നേരം തന്നെ. പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? ഇതൊരു ചോദ്യം. എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത. നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും, അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണും ആയിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ദുബായിൽ നാട്ടിലെ സിം ഇട്ട ഒരു ഫോണും ദുബായിലെ സിം ഇട്ട ഒരു ഫോണും ഉണ്ട്. അങ്ങനെ 2 ഫോണുണ്ട് ഇവരുടെ കയ്യിൽ. എന്തു ലോജിക്കാണോ പറയുന്നത് അറിയത്തില്ല. അവർ പിടിച്ചെടുക്കുവാണെങ്കിൽ അവരെല്ലാം പിടിച്ചെടുക്കത്തില്ലേ? ഈ ഫോണും പിടിച്ചെടുക്കത്തില്ലേ? അപ്പൊ ഇവരെന്തോ ഈ പറയണതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തായാലും ബാക്കിയോടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. യൂസ് ചെയ്ത് ഇവരോട് ചാറ്റ് ചെയ്ത വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു, ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ ഒരു ഫോൺ. ആ ഫോണാണ് അവർ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് ആ ഒരു ഫോണാണ് അവർ പിടിച്ചെടുത്തതെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ഫോൺ അങ്ങ് പിടിച്ചെടുത്തു, മറ്റേ ഫോൺ അവർ പിടിച്ചെടുത്തിട്ടില്ല. എനിക്ക് അതല്ല സംശയം. 14, 15, 16 തീയതികളിൽ ഇവർക്ക് പീഡനം ഉണ്ടാകുന്നു. അതായത് മയക്കുമരുന്ന് കൊടുത്ത് ഇവരെ പീഡിപ്പിക്കുന്നു, ഭർത്താവ് വിളിക്കുന്നു, ഇവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു. ഇവർ നേരെ എങ്ങോട്ട് പോകുന്നു? എയർപോർട്ടിലേക്ക്. ഇവരുടെ കസിൻ വരുന്നു, കസിൻ വന്നിട്ട് ഇവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എയർപോർട്ടിൽ നിന്ന് ഇവർ ഫ്ലൈറ്റിൽ പോകുന്നു. ഈ എയർപോർട്ടിലേക്ക് പോയ സമയത്ത് ഇവർ ഭർത്താവ് വിളിച്ച നമ്പർ തിരിച്ചു വിളിച്ചതിന് ശേഷം ഭർത്താവിനോട് പറയല്ലോ, നമ്മുടെ വീട്ടിൽ CC ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കേ എന്ന് പറയരുതാഞ്ഞോ? ഇവർ പറഞ്ഞില്ല. ഇവർ പറയണ്ട. ഇവർക്ക് ഡൗട്ട് തോന്നിയല്ലോ. കാരണം ഭർത്താവൊക്കെ ഉറങ്ങുന്ന കാണിച്ചപ്പോൾ ഇവർ വിളിച്ച് ഭർത്താവിനോട് പറയണ്ടായിരുന്നോ, നമ്മുടെ വീട്ടിൽ CCTV ഉണ്ടോ, ക്യാമറ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ? അത് ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്നതിലൊന്നും ഇല്ല. അപ്പോൾ ബാക്കി ഇവർ നിവിൻ പോളിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് കേട്ട് നോക്കാം. പരിചയപ്പെടുകയായിരുന്നു. അവിടെ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു, അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് നമ്മളോട് പറഞ്ഞത്. അവർക്ക് 3 ലക്ഷം രൂപ താങ്കൾ നൽകി. എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് അവർക്കൊരു ഏജൻസി പരിചയമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് യൂറോപ്പിൽ പോകാനായിട്ട് ഞാനൊരു 3 ലക്ഷം രൂപ കൊടുക്കുകയുണ്ടായി. അതിന് ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട്? ഇല്ല, ഞാൻ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ നമ്മളൊരു 3 ലക്ഷം രൂപ നൽകിയത് തോന്നിയില്ല, കയ്യിൽ കൊടുത്തു ഒരു വിശ്വാസത്തിന്. അതെ. നാട്ടിൽ വെച്ചാണോ ദുബായിൽ വെച്ചാണോ? ദുബായിൽ. ഫിലിമിൽ ചാൻസ് തരാൻ പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ പോയി എന്നെ ശ്രേയ കൊണ്ടുപോവുകയും ഇന്റർവ്യൂ ആണ്, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത് പറഞ്ഞ് എന്നെ അവിടെ ഇരുത്തി പുള്ളി ശ്രേയ പുറത്തോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ സുനിലിനെയാണ്? അതെ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ക്യാഷ് മീറ്റ് എന്ന പോലെ വർത്തമാനം പറഞ്ഞിരിക്കുകയും അത് കഴിഞ്ഞ് പുള്ളി സിനിമ ഫീൽഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ സിനിമയിൽ ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ നടിമാർ വരെയും സിനിമയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് പിടിച്ച് നിൽക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ് സംസാരിച്ചിരിക്കുന്നു. പുള്ളി അവിടെ ഇരുന്നപ്പോൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ പുള്ളി ശാരീരികമായിട്ട് തന്നെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ടായിട്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന് കോള് വരികയും പുള്ളിയുടെ വൈഫ് ഇത് കേൾക്കുകയും ഞാൻ ഒച്ച വെക്കുന്നതും ബഹളം വെക്കുന്നതും കേൾക്കുകയും പിന്നെ പുള്ളിയുടെ ഫാമിലി. എനിക്ക് അവിടെ ഒരു അങ്ങോട്ട് കണക്റ്റഡ് ആവുന്നില്ല. കാരണം സുനിൽ അത്രമാത്രം പൊട്ടനാണോ? ഈ പുള്ളിക്കാരിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ, അതായത് പുള്ളിക്കാരി കിടന്ന് അമർവ എന്നൊക്കെയാണ് പറയുന്നത്, അലയ്ക്കുന്നെന്നൊക്കെയാണ് പറയണേ. അലയ്ക്കുന്ന സമയത്ത് ഈ സുനിൽ, പീഡന വീരനായിട്ടുള്ള ഈ സുനിൽ ഫോൺ എടുത്തതിന് ശേഷം പറയുമോ, എടി ഹലോ എന്തുണ്ടടി വിശേഷം, നീ സുഖമാണോ, അങ്ങനെ പറയുമോ? അപ്പോൾ എന്ത് ചെയ്യും? അവനൊരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, ഇപ്പോൾ പുള്ളിക്കാരി കിടന്ന് അലയ്ക്കുന്നത് എൻ്റെ ഭാര്യ കേൾക്കത്തില്ലേ, എൻ്റെ വീട്ടിൽ വിഷയം ഉണ്ടാകത്തില്ലേ എന്ന് പുള്ളിക്കാരനൊരു ഇതുണ്ടാവുമല്ലോ. ഈ പുള്ളിക്കാരിയെ പോലല്ലോ ഈ പീഡനവീരന് ബുദ്ധി ഉണ്ടാവുമല്ലോ എന്തെങ്കിലും വിചാരിച്ചുകൂടെ? എൻ്റെ പൊന്നു ചേച്ചി, ഈ ചേച്ചി പറയുന്നതൊക്കെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നിട്ട് പറയുന്നത് സുനിലിൻ്റെ ഫ്ലാറ്റിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയതിനു ശേഷം സുനിൽ അവിടെ വെച്ച് അവരെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, സിനിമയിലുള്ള എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുകയുമല്ല, കയറി പിടിക്കുകയും ശാരീരികമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഉപയോഗിച്ചു എന്ന് തന്നെ അവർ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ സുനിലിൻ്റെ ഭാര്യയുടെ ഫോൺ വരുന്നു. ഇവരിവിടെ കിടന്ന് കരയുകയാണ്. ഇവർ കരയുമ്പോൾ സുനിലിൻ്റെ ഭാര്യ വരുന്നു, ഫോൺ വിളിക്കുന്നു. സുനിലിൻ്റെ ഭാര്യ ഫോൺ വിളിച്ച സമയത്ത് സുനിൽ ഫോൺ എടുക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ ഈ പുള്ളിക്കാരിയുടെ കരയുന്ന സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വിഷയമാകുന്നു. വിഷയമായതിനു ശേഷം പുള്ളിക്കാരി സൂയിസൈഡ് ശ്രമിക്കുന്നു. അങ്ങനെ തുടങ്ങി അവരുടെ കുടുംബത്ത് വലിയ വിഷയമാകുകയും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരിയുടെ ഫ്ലാറ്റിലേക്ക് ഈ നിവിൻ പോളി അടങ്ങുന്ന സംഘം ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, ഈ സുനിൽ എന്ന് പറയുന്ന ആൾ ഞങ്ങളുടെ സിനിമയിലൊക്കെ പൈസ മുടക്കുന്ന ആളാണ്, അതുകൊണ്ട് അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മയക്കുമരുന്ന് കൊടുത്ത് അങ്ങോട്ട് ഇടുന്നു. ഇട്ടതിന് ശേഷം 3 ദിവസവും വേറെ ആഹാരമൊന്നും കൊടുത്തില്ല, മയക്കുമരുന്നും ഈ വെള്ളവും കലർത്തി മാത്രം കൊടുത്തിട്ടുള്ളൂ.
കൊടുക്കുന്നു, പീഡിപ്പിച്ചതിന് ശേഷം 17-ാം തീയതി, അതായത് 14, 15, 16-ാം തീയതി പീഡിപ്പിക്കുന്നു. 17-ാം തീയതി ഇവര് കള്ളം പറഞ്ഞിട്ട് അവിടുന്ന് ഇവരെ ഹസ്ബൻഡ് ടിക്കറ്റ് അയച്ചു കൊടുക്കുന്നു. ഇവർ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം ഇവർ കുറച്ച് നാൾ ഹോസ്പിറ്റലായിരുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും അതോടൊപ്പം തന്നെ ഇവർക്ക് പനിയുമായിരുന്നു അസുഖം. അതുകൊണ്ട് തന്നെ അവിടെ പോയി ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തുമ്പോൾ ഈ ഡോക്ടർമാർ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴൊന്നും ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ശരീരത്ത് മയക്കുമരുന്ന് കടന്നിട്ടുണ്ടെന്ന് ഇവിടുത്തെ ഡോക്ടർമാർക്ക് പോലും അറിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കുറച്ച് നാൾ അവിടെ അങ്ങനെ വിശ്രമിക്കുന്നു. 6 മാസത്തോളം അവിടെ വിശ്രമിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ജൂണിൽ പോയിട്ട് നിവിൻ പോളിക്കെതിരെ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തതിന് ശേഷം ആ നിവിൻ പോളിയെ പോലീസുകാർ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു ഫേക്ക് അലിഗേഷനാന്ന് പറയുന്നു. പോലീസുകാർ ആ കേസ് തട്ടിക്കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഈ പുള്ളിക്കാരി വീണ്ടും വന്നിരിക്കുകയാണ്. നിവിൻ പോളിയെ കൊടുക്കും, ഞാൻ കൊടുക്കുന്നൊന്നുമല്ല, പ്രമുഖർക്കെതിരെ ഇങ്ങനെ ഒരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അലിഗേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഒരു ശ്രദ്ധ പിടിക്കാമല്ലോ, അതായത് മീഡിയയിലൊക്കെ ഒന്ന് കയറി ഇരുന്നിട്ടൊന്ന് വരവാമല്ലോ. അതൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നത്. എന്തുവായാലും നിവിൻ പോളി പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന സുനിൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കണ്ടത് ഈ പറയുന്ന ഒരു മാളിൽ വെച്ചായിരുന്നെന്നും അവിടെ വെച്ച് റാഫേൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തെ പരിചയപ്പെടുകയുണ്ടായി. ആ പുള്ളിക്കാരൻ്റെ കുടുംബവും കൂടാണ് വന്നത്. അദ്ദേഹം ഈ പടത്തിന് വേണ്ടി ഒരു 50% പൈസ ഇടാമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ഈ പറയുന്ന നിവിൻ പോളി പറയുന്നുമുണ്ട്. എന്തുവായാലും ഈ ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഈ ചേച്ചി എന്തുവായാലും പെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ. അല്ല ഈ പറയുന്ന ഈ ന്യായമില്ലാതെ ഇവരൊക്കെ കൊടുക്കാനാണെങ്കിൽ ചേച്ചി അവരുടെ കൂടെ ആയിരിക്കും നമ്മൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.